Hello guys, welcome back. We are making a short film from scratch, episode 3. അതെ ഗൈസ്, ഇത് എപ്പിസോഡ് 3 ആണ്. ശരിക്കും ഡേ വൈസ് നോക്കുവാണെങ്കിൽ ഇന്ന് ഡേ 4 ആണ്. ഞാൻ ഓൾറെഡി ഷോർട്സും റീലൊക്കെ ഡേ 4 അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഡെയിലി നമുക്ക് ഇത് കണക്ക് ഫുൾ ലെങ്ത് വീഡിയോ ചെയ്ത് ഇടാനാണെങ്കിൽ ടൈം കിട്ടുന്നില്ല. അത് മാത്രമല്ല കണ്ടന്റും കുറവാണ്. നമ്മൾ ഡെയിലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇതിൻ്റെ പ്രോസസ്സിലാണെങ്കിലും ഡെയിലി നമ്മൾ ചെറിയ അപ്ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൽ ഷോർട്സിലും അതുപോലെ റീൽസിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് മറിച്ച് എപ്പിസോഡ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ഫുൾ ലെങ്ത് വീഡിയോയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തതായിരിക്കും. സോ ഇന്ന് എപ്പിസോഡ് 3 ആണ്. നമ്മൾ കുറച്ച് പ്രീ പ്രൊഡക്ഷൻ, കുറച്ച് മേജർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. കാരണം 20 ഡേയ്സിനാണല്ലോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഷൂട്ട് ഡേയ്സ് അടുത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മേജറായിട്ട് പ്രീ പ്രൊഡക്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് മേജർ ലൊക്കേഷൻസ്, അതുപോലെ കുറച്ച് ആക്ടേഴ്സ്, കുറച്ച് ടോപ്പ് ചെയ്യുന്നുണ്ട്. സോ അതിനെപ്പറ്റി ആയിരിക്കും ക്ലിയർ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സീരീസ് കണ്ടില്ലെങ്കിൽ അതും കൂടെ കണ്ടിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു ഫിലിം മേക്കിൻ്റെ പ്രോസസ്സ് മനസ്സിലാകുന്നതായിരിക്കും. ഞാൻ എന്തായാലും വിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് നിങ്ങൾ കൂടെ കാണിച്ചു തരാനും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തരുന്നുണ്ട്. എന്തായാലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. എന്തായാലും ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ റിപ്ലൈ, അതുപോലെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നാളത്തെ അടുത്ത എപ്പിസോഡും കാര്യങ്ങളൊക്കെ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ മറക്കാതെ സീരീസ് തീരുന്നവരെയും ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങൾ സീരീസ് കാണുക. സോ ഗൈസ്, നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് കഴിഞ്ഞ വീഡിയോ ഒരു കമൻറ്റ് വന്നായിരുന്നു. ഒരുപാട് കമൻറ്റ് വന്നു കേട്ടോ. പക്ഷേ ഈ ഒരു കമൻറ്റിന് ഞാൻ റിപ്ലൈ തന്നിട്ട് ബാക്കി വീഡിയോ കണ്ടിന്യൂ എന്ന് വിചാരിച്ചു. സോ കമൻറ്റ് ഇതാണ്: 15 to 19 days കൊണ്ട് മലയാളം ഇൻഡസ്ട്രി ഫുൾ ഫീച്ചർ ഫിലിം ചെയ്യുന്നുണ്ട്. ശരിയാണ്, 15 to 19 കൊണ്ട് മലയാളം ഫുൾ ഫീച്ചർ ഫിലിം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ നമുക്കറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ അവർ 15 to 19 ഡേയ്സിൽ ഷൂട്ടിംഗ് മാത്രമാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നമ്മൾ തിരക്കിയാൽ ചിലപ്പം ഒരു വർഷം കണ്ടെടുക്കും. ഒരു വർഷം അല്ലെങ്കിൽ 1 മന്തും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുന്നതായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ 20 ഡേയ്സിൽ തന്നെ പ്രീ പ്രൊഡക്ഷൻ അതുപോലെ ഷൂട്ടിംഗ് കാര്യങ്ങൾ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്. പോസ്റ്റ് പ്രൊഡക്ഷൻ എന്തായാലും ഞാൻ 20 ഡേയ്സിലോട്ട് പോകുമെന്ന് എനിക്ക് നേരത്തെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ കാര്യം നമ്മൾ 20 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് പറയാത്തത്. വേണമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ 20 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ കുഴപ്പമില്ല, പോസ്റ്റ് പ്രൊഡക്ഷൻ എപ്പോഴും നമുക്ക് വെറുതെ റഷ് ആക്കണ്ടല്ലോ. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രോജക്റ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ, ബാക്കി പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ 20 ഡേയ്സിനുള്ളിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഫീച്ചർ ഫിലിം എന്താണ്? ഫീച്ചർ ഫിലിം നടക്കുന്നതെന്ന് കമൻറ്റ് ഇട്ടാൽ ശരിയാണ്, പക്ഷേ അത് ഷൂട്ടിംഗ് മാത്രമാണ്, അതിൻ്റെ ഫുൾ പ്രോസസ്സ് അല്ല. പിന്നെ ഈ കമൻറ്റ് വായിച്ചുകൊണ്ട് തന്നെ ആദ്യം തുടങ്ങാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് കണക്ക് ഈ പ്രീ പ്രൊഡക്ഷൻ എന്തുകൊണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എന്തൊക്കെ മേജർ കാര്യങ്ങളാണ് പ്രീ പ്രൊഡക്ഷനിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറയാനായിട്ടാണ് ഞാൻ ഈ കമൻറ്റ് തന്നെ ആദ്യം വായിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഷോർട്ട് ഫിലിം നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു സ്റ്റോറിയാണ്, നമുക്ക് ജസ്റ്റ് ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്താൽ പോരെ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഷൂട്ട് ചെയ്യാം. പക്ഷേ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് എന്തുവാണ്? ഡോക്യുമെൻ്ററി ആണ്. ഇപ്പോൾ ഡോക്യുമെൻ്ററി എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ഏതെങ്കിലും ലൈവായിട്ട് നടക്കുന്ന സംഭവത്തെ നമ്മൾ പോയി ഷൂട്ട് ചെയ്തിട്ട് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ കറക്റ്റ് അസൈൻ ചെയ്ത് എഡിറ്റ് ചെയ്തൊരു സ്റ്റോറി ആക്കും. ഓൾറെഡി നമുക്കൊരു തീം കാണും ഡോക്യുമെൻ്ററിക്ക്, ആ തീം ആയിരിക്കില്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്നായിരിക്കും നമ്മൾ അതിൻ്റെ ബാക്കി സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ് അല്ലേ? ഒരു സ്റ്റോറി കാണും, അത് സ്ക്രിപ്റ്റഡ് ആയിരിക്കും, നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ അതേ രീതി തന്നെ എഡിറ്റ് ചെയ്ത് ഒരു ഷോർട്ട് ഫിലിം ആ രീതി ബിൽഡ് ചെയ്യും. സോ അത് രണ്ട് ഡിഫറെൻ്റ് ആണ്. പിന്നെ ഞാൻ പറയുന്നത് തന്നെ ഷൂട്ടിംഗ് മാത്രം ഫീച്ചർ ഫിലിം 1 വീക്ക് 2 വീക്സ് 1 വീക്സൊക്കെ നടക്കുമെന്ന് തോന്നുന്നില്ല. 20 ഡേയ്സ് എങ്കിലും മിനിമം ഒരു ഷൂട്ടിംഗ് ഫീച്ചർ ഫിലിമിന്, ചെറിയ ഫീച്ചർ ഫിലിമിനെങ്കിലും അവർ ചെയ്യുന്നതായിരിക്കും. 20 ഡേയ്സ് എന്ന് പറയുന്നത് നല്ലൊരു ഓട്ടിച്ചാലാണ്. ശരിക്കും അതിൻ്റെ ഒരു കാൽക്കുലേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം സ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ മൂവിയിലോ 1 മിനിറ്റ് എത്ര അവേഴ്സ് ഷൂട്ട് ഒരു 3 to 4 hours എടുക്കും. 1 മിനിറ്റ് 1 മിനിറ്റ്. അതായത് നമ്മൾ സ്ക്രിപ്റ്റിലോ നമ്മൾ എന്ത് ഷോർട്ട് ഫിലിമുകൾ കാണുന്ന 1 മിനിറ്റ് ഇല്ല, 1 മിനിറ്റിൻ്റെ ഷൂട്ടിംഗ് തന്നെയാണ് നമുക്ക് 4 hours-ഉം 3-4 hours-ഒക്കെ അത്രയും ടൈം എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ വലിയ ഫീച്ചർ ഫിലിമും അവേഴ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഗസ് ചെയ്യാമല്ലോ എത്ര അവേഴ്സ്. ഒരു ദിവസം തന്നെ ഒരു 3-4 മിനിറ്റ് കണ്ട ഒരു ഫിലിം ഷൂട്ട് ചെയ്യാം ഒരു ദിവസം. കാരണം 6 hours അല്ലെങ്കിൽ 12 hours ഒക്കെ അല്ലേ നമ്മൾ ഷൂട്ടിംഗ് ടൈം വെക്കത്തുള്ളൂ. അതിൽ കൂടുതൽ ഒരു ദിവസം നമ്മൾ തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നത്, കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാനും പറ്റത്തില്ല. ശരിക്കും കാൽക്കുലേഷൻ അതാണ്. നമുക്ക് ഇനി നമ്മളിപ്പോഴത്തെ കറണ്ട് ഫേസിലേക്ക് വരാം. നമ്മൾ കറണ്ടിൽ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? പ്രീ പ്രൊഡക്ഷനാണ്. അപ്പോൾ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ കുറേ കാര്യങ്ങൾ, ആക്ടേഴ്സ്, ക്രൂ, ലൊക്കേഷൻസ്, എക്യുപ്മെൻറ്റ്സ്, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ നമുക്ക് തന്നെ ചിന്തിച്ച് തുടങ്ങണം. നമ്മൾ എന്തായാലും എപ്പിസോഡ് 3 ആണല്ലോ, ഇപ്പോൾ തന്നെ ഇത് പറയാനുള്ള കറക്റ്റ് ടൈമാണെന്ന് തോന്നി. ഫസ്റ്റ് നമ്മൾ എവിടെ ഷൂട്ട് ചെയ്യാൻ പോകുന്നു, ലൊക്കേഷൻ്റെ കാര്യം തന്നെ ഫസ്റ്റ് പറഞ്ഞു തുടങ്ങാം. ലൊക്കേഷൻ നമുക്ക് ഓൾറെഡി ഇപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ ഫേസിങ് ആണല്ലോ. ഞാൻ ഇന്നലെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഞാൻ ഇതുവരെ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തിട്ടില്ല, എപ്പോഴും സ്ക്രിപ്റ്റ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. സോ അത് ഞാൻ ഈ വീഡിയോയിൽ എൻഡിൽ അതിൻ്റെ അപ്ഡേറ്റ്സും കൂടെ സ്ക്രിപ്റ്റിൻ്റെ അപ്ഡേറ്റും കൂടെ തരാം. അപ്പോൾ പറഞ്ഞു തന്നപോലെ ലൊക്കേഷൻ നമുക്ക് ഓൾറെഡി ഐഡിയ കാണും. അപ്പോൾ ഏത് ടൈപ്പ് ലൊക്കേഷനാണ് നമുക്ക് വേണ്ടതെന്നൊരു ഐഡിയ കാണുമല്ലോ. അപ്പോൾ ആ ലൊക്കേഷൻ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ എളുപ്പത്തിൽ ലൊക്കേഷൻ കിട്ടാനുള്ള പ്ലാൻ അറിയാവുന്ന സ്ഥലങ്ങളോ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിയോ ആരെങ്കിലും അറിയാവുന്ന സ്ഥലത്ത് നമ്മൾ പോയി ആ ലൊക്കേഷനൊക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ ഫിക്സ് ചെയ്യുക. കാരണം ലൊക്കേഷനിൽ നമുക്ക് എപ്പോഴും സമയം എടുക്കുന്നത്. കാരണം പല ലൊക്കേഷനിൽ പോയി കണ്ടാലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതുപോലത്തെ ടേബിൾ വേണം അല്ലെങ്കിൽ ഇതുപോലത്തെ വിൻഡോസ് വേണം എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ നോക്കുന്നത്. പക്ഷേ അത് എപ്പോഴും കിട്ടാൻ പാടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന സ്ഥലമാണെങ്കിൽ അങ്ങനെ ഫിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഷോർട്ട് ഫിലിമിലും ഞാൻ ഓൾറെഡി, അതായത് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം, നമ്മൾ അറിയുന്ന സ്ഥലം, നമ്മൾ ഈ സ്റ്റുഡിയോ തന്നെയാണ് നമ്മൾ ലൊക്കേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ സ്റ്റോറി അങ്ങനെയാണല്ലോ, ഒരു വർക്ക് സ്പേസ് വേണം. അപ്പോൾ ഇവിടെ സ്റ്റുഡിയോ ആയതുകൊണ്ട് തന്നെ വർക്ക് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ
അതുകൊണ്ട് ഈ ലൊക്കേഷൻ നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ നമുക്ക് ലൊക്കേഷന് വേണ്ടി ടൈം കളയേണ്ടത് കുറേ തിരക്കേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഈ ലൊക്കേഷനിൽ നമുക്ക് ബ്ലോക്കിംഗ് സ്റ്റേജിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ബ്ലോക്കിംഗ് സ്റ്റേജിങ് ഒക്കെ എന്താ ഞാൻ വരും ദിവസങ്ങളിൽ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ലൊക്കേഷൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാവുന്ന ലൊക്കേഷൻ തന്നെ നമുക്ക് ഉണ്ടെങ്കിൽ, നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. എളുപ്പം പെട്ടെന്നുള്ള പരിപാടിയാണ് കേട്ടോ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഇന്ന സ്പെസിഫിക് ലൊക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ ആ ലൊക്കേഷന് വേണ്ടി പോയി തന്നെ കണ്ടുപിടിച്ച് ആ ലൊക്കേഷൻ നിങ്ങൾക്ക് തന്നെ എടുക്കാവുന്നതാണ്. എൻ്റെ മെയിൻ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് സമയത്തിന് ലൊക്കേഷൻ കിട്ടണം. സമയത്തിന് ലൊക്കേഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബാക്കി അവിടെ പോയിട്ട് ലൊക്കേഷൻ കണ്ടിട്ട് മാത്രം കാര്യമില്ല. ലൊക്കേഷൻ ഇപ്പം ആരാണ് DOP, ആരാണ് നീളം ഗ്യാഫർ എന്ന് പറയുന്നത് പിന്നെ ഫിലിം ടേംസ് ആണ് കേട്ടോ പറയുന്നത്. ഈ DOP എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫിയാണ്. അത് നമ്മൾ വീഡിയോ ക്യാമറയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സിനിമാറ്റോഗ്രാഫറിനാണ് ഈ DOP എന്ന് പറയുന്നത്. പിന്നെ ഗ്യാഫർ എന്ന് പറയുന്നത് നമ്മൾ സിനിമയിൽ ലൈറ്റിംഗ്, അത് മെയിൻ ലൈറ്റിംഗ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഗ്യാഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാഫറും ഈ DOPയും കൂടെ ലൊക്കേഷൻ കണ്ടിട്ട് അപ്രൂവ് ചെയ്യണം. കാരണം DOPക്ക് ആ ലൊക്കേഷൻ കണ്ടാണല്ലോ ആർട്ട് ഡയറക്ടറും കാണണം. കാരണം PD ഒരുപാട് പ്രൊഡക്ഷൻ ഡിസൈൻ, അതുപോലെ നിങ്ങൾക്ക് സെറ്റ് ഡിസൈനും കാര്യമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഷൂട്ടിന് ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ പറയുന്ന എല്ലാ ടേംസും ഒരു പ്രൊഫഷണൽ ഷൂട്ടിന് വേണ്ടിയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചുമ്മാ നിങ്ങൾക്കിപ്പം ജസ്റ്റ് ഒരു ഫണ്ണിയായിട്ടൊരു ഷോർട്ട് ഫിലിം എടുക്കണമെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നിങ്ങൾ ചിന്തിക്കണം. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഒരു ആർട്ട് ഡയറക്ടർ വേണം, അല്ലെങ്കിൽ ഒരുപാട് ക്യാമറ സയൻസ് വേണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇതൊക്കെയാണ് പ്രൊഫഷണലി ഒരു ഷൂട്ടിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളും പ്രൊഫഷണലാണ് അത്തരം കാര്യങ്ങളെ കൊണ്ടുപോയി മാക്സിമം നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രൊഫഷണൽ ടേമിൽ തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ലൊക്കേഷൻ ആരൊക്കെയായിരുന്നു കാണേണ്ടത്? DOP, അതായത് ക്യാമറ ഓപ്പറേറ്റർ, സിനിമാറ്റോഗ്രാഫർ, ഗ്യാഫർ, പിന്നെ PD പ്രൊഡക്ഷൻ ഡിസൈൻ, ആർട്ട് ഡയറക്ടർ. ചില ലൊക്കേഷനിൽ ഈ സൗണ്ട് റെക്കോർഡിസ്റ്റിനെ വിളിക്കാറുണ്ട്. ബിക്കോസ് എന്തെങ്കിലും റീവേർബിന് കണ്ടുപിടിക്കാൻ വേണ്ടി സൗണ്ട് റെക്കോർഡിസ്റ്റിനെ എടുക്കും. അതാ നമ്മൾ ഹൈ പ്രൊഡക്ഷനിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈവൻ എഡിറ്റേഴ്സ് വരെ ലൊക്കേഷൻ നേരത്തെ നോക്കാറുണ്ട്. കാരണം പല കാരണങ്ങളാണ്. ഇപ്പോൾ സൗണ്ട് റെക്കോർഡിസ്റ്റിന് ആ ലൊക്കേഷനിലെ സൗണ്ട് ഓക്കെ ആണോ, ക്ലിപ്പിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ അടച്ച സൗണ്ട് ആയിരിക്കുമോ, എക്കോ വരുമോ, റീവേർബ് വരുമോ, സൗണ്ട് ക്ലിയർ ആയിരിക്കുമോ, ഇപ്പം ലൊക്കേഷൻ ഇപ്പോൾ നമുക്ക് സറൗണ്ടിങ്സിൽ ഓക്കെ ആണോ, സൈലൻസ് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓൺ സെറ്റിൽ റെക്കോർഡ് ചെയ്യുന്ന കേസ് വരുന്നെങ്കിലാണ് സൗണ്ട് റെക്കോർഡിസ്റ്റ് വരെ ഈവൻ ലൊക്കേഷൻ വിസിറ്റ് ചെയ്തിട്ടായിരിക്കും അത് കൺഫേം ചെയ്യുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ സ്റ്റുഡിയോ ആയതുകൊണ്ട് സൗണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. എല്ലായിടവും സൗണ്ട് പ്രൂഫ് ഇതായതുകൊണ്ട് നമുക്ക് സൗണ്ട് കാര്യത്തിലൊന്നും പ്രശ്നം വരത്തില്ല. പിന്നെ ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ലൈറ്റിങ്ങിൻ്റെ കാര്യമാണ്. ഞാൻ ബ്ലോക്കിങ്ങിൻ്റെ സ്റ്റേജിൽ ലൈറ്റിങ്ങിൻ്റെ എപ്പിസോഡിൽ എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ലൊക്കേഷൻ നിങ്ങൾ നേരത്തെ കൺഫേം ചെയ്യുക. അപ്പോൾ നിങ്ങളെ ക്യാമറാമാൻ, അതുപോലെ ലൈറ്റിംഗ് ആൾ കാണുന്ന ഗ്യാഫർ ലൊക്കേഷൻ കാണണം എന്ന് പറയുന്നത് മെയിൻ കാര്യം. നമുക്ക് വിൻഡോസ് ഉണ്ടെങ്കിൽ ആ വിൻഡോസിൽ ലൈറ്റിംഗ് ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വിൻഡോസിൽ ലൈറ്റ് മൊത്തമായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ലൈറ്റ് ആഡ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഗ്യാഫറിനും സെലക്ട് ചെയ്യാനായിട്ട് വരും. അത് ഞാൻ കൂടുതൽ ബ്ലോക്കിംഗ് ആൻഡ് സ്റ്റേജിങ്ങിൽ നമ്മൾ വരും എപ്പിസോഡിൽ ഇതാണ് ലൊക്കേഷൻ്റെ അകത്ത് നമ്മൾ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആ ഒരു എപ്പിസോഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഈ ലൊക്കേഷൻ്റെ കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വയ്ക്കുക. കാരണം നേരത്തെ നമുക്ക് എന്തായാലും സമയത്തിന് ഷൂട്ട് ലൊക്കേഷൻ കിട്ടിയാലേ നമ്മൾ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലൊക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങളെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്താൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് മെയിൻലി പറയാനുള്ള കാര്യം ക്രൂ. അതായത് അപ്പോൾ ചെറിയൊരു ഷോർട്ട് ഫിലിം പോട്ടെ, ഒരു അത്യാവശ്യം നല്ലൊരു ഷോർട്ട് ഫിലിം ബിൽഡ് ചെയ്യാൻ നമുക്ക് വലിയൊരു ഹെവി 10-20 ക്രൂ ഒന്നും ആവശ്യമില്ല. ഞാൻ പറയട്ടെ, ഒരു മിനിമം ഒരു 5 പേരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പ്രൊഫഷണൽ സെറ്റിലായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 5 പേരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ തന്നെ. അപ്പോൾ ഞാനും അതാണ് മിനിമൽ ക്രൂ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 5 ക്രൂ? ഡയറക്ടർ, DOP എന്തായാലും ആവശ്യമുണ്ടല്ലോ, സ്റ്റോറിക്ക് ഡയറക്ടറും വീഡിയോ എടുക്കാൻ DOPയും വേണം. പിന്നെ ഗ്യാഫർ, ലൈറ്റിംഗ് ഉണ്ടല്ലോ, അപ്പം ഗ്യാഫർ വേണം. പിന്നെ PD എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡിസൈനാണ്. അപ്പം നമുക്ക് സെറ്റ് ഡിസൈനോ എന്തെങ്കിലും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ പാർട്ടായിട്ട് വരുന്നെങ്കിൽ നിങ്ങൾക്ക് PD ആയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന ടൈപ്പ് ഡെസ്ക് വേണം, ഇന്ന ടൈപ്പ് ഡ്രസ്സ് വേണം നിങ്ങൾ ആക്ടറിന്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈൻ അവരാണ് കൂടുതൽ നോക്കുന്നത്. പിന്നെ ഞാൻ ഒരുപാട് ഇതിൻ്റെ കാറ്റഗറി ഉണ്ട്. ആർട്ട് ഡയറക്ടർ, അതുപോലെ ലൊക്കേഷൻ മാനേജർ, ഒരുപാട് ടേംസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിറകിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ നമ്മളൊരു ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്രയും ജസ്റ്റ് ഒരു 5 മെമ്പേഴ്സ് വെച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ മാക്സിമം ഒരു ഷോർട്ട് ഫിലിമൊക്കെ ഫുൾ ചെയ്യാൻ പറ്റും. പിന്നെ സൗണ്ട് റെക്കോർഡിസ്റ്റ്, ഓൺ സെറ്റിൽ സൗണ്ട് റെക്കോർഡിസ്റ്റ് വേണം. ഈ പലരും പ്രിഫർ ചെയ്യുന്നത് ഓൺ സെറ്റിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാതെ എന്താണ് ADR ആയിട്ട് ചെയ്യും. അതിന് കുഴപ്പമില്ല. പക്ഷേ കുറച്ചൊരു റിയൽ എഫക്റ്റ് കാര്യങ്ങൾ കിട്ടാനായിട്ട് കൂടുതൽ ഫിലിം മേക്കേഴ്സും പ്രിഫർ ചെയ്യുന്നത് ഓൺ സെറ്റ്. പക്ഷേ നമ്മൾ മലയാളം ഫിലിമിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും ADR ആയിരിക്കും. ലൊക്കേഷനിൽ എക്സ്റ്റീരിയർ ലൊക്കേഷൻ കാരണം പുറത്തെ ലൊക്കേഷൻ ആയിരിക്കും. അതായത് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഓൾറെഡി റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പാടായിരിക്കും. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്താലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ മൂവിയിൽ കുറച്ച് ഡയലോഗ്സേ ഉള്ളൂ. അതുകൊണ്ട് ഞാനും ഓൺ സെറ്റ് തന്നെ
സൗണ്ട് റെക്കോർഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 5 പേര് നിങ്ങൾ പ്രോപ്പറായിട്ട് അസൈൻ ചെയ്ത് എന്തൊക്കെ വർക്കാണ് അവർ ചെയ്യേണ്ടത് നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ഷോട്ട് എന്തായാലും നിങ്ങൾക്ക് പുള്ളി ചെയ്യാൻ പറ്റും. സോ ക്രൂവിൻ്റെ കാര്യത്തിലേ ഉള്ളൂ. ഒരുപാട് ക്രൂ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ക്രൂ ഞാൻ പറഞ്ഞിട്ടില്ല. അത് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്ത് എത്തുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പോസ്റ്റ് പ്രൊഡക്ഷൻ ബേസിക്കലി എന്താണ്, ഒരു സൗണ്ട് ഡിസൈനർ വേണം, VFX വേണം. VFX എല്ലാ ഷോർട്ട് ഫിലിം VFXൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് കളറിസ്റ്റും ഡിപ്പെൻസ് ആണ്. ഇപ്പം നിങ്ങൾ ലോഗ് ഫുട്ടേജുള്ള ക്യാമറ യൂസ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് കളർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒരു കളറിസ്റ്റിനെയും കൂടെ നിങ്ങൾ വെക്കുക. പിന്നെ എഡിറ്റർ എന്തായാലും വേണമല്ലോ. എഡിറ്റർ ഈ 3 പേരെ മതി. സൗണ്ട് ഡിസൈനർ, എഡിറ്റർ, കമ്പോസറും പിന്നെ മ്യൂസിക് കമ്പോസർ. ഇപ്പോൾ സൗണ്ട് ഡിസൈനർ മാത്രം ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് മ്യൂസിക്കോ എന്തെങ്കിലും സ്കോറോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു കമ്പോസറിനെയും കൂടെ നിങ്ങൾ നേരത്തെ കണ്ടുവയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കോറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പോസർ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫ്രീ വെബ്സൈറ്റ് ആയിട്ടുള്ള എപ്പിഡമിക് സൗണ്ട് ഫ്രീ അല്ല, ഈ പിക്സബൈ എന്ന് പറയുന്ന ഒരുപാട് ഫ്രീ സൗണ്ടിൻ്റെ വെബ്സൈറ്റുകളുണ്ട്. അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് സ്കോറോ സിനിമാറ്റിക് സ്കോറോ എഫക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു ടെക്നിക്കൽ ടേംസ് റോൾസ് വൈസ് പറഞ്ഞപ്പോൾ ഇത്തരം പേര് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ കാര്യം എന്തായാലും ഞാൻ അവിടെ എത്തുമ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇടുന്നത്. സോ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ക്രൂവിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇത്രയും മെമ്പേഴ്സെങ്കിലും നിങ്ങളുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ ക്രൂ കഴിഞ്ഞ് നമ്മൾ പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻ മേജർ പാർട്സൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇച്ചിരി ലോങ് ആയിരിക്കും, പക്ഷേ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ പാട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ നിങ്ങൾക്ക് ഒരു വീഡിയോത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചാണ് ഞാൻ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. എനിക്കൊന്ന് ആദ്യമേ പറയേണ്ടായിരുന്നു ആക്ടറാണ്. ആക്ടർ എന്തായാലും നിങ്ങളുടെ കഥ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആരാണ് നിങ്ങളുടെ ആക്ടർ ആവാൻ പോകുന്നത്, മെയിലാണോ ഫീമെയിലാണോ, ഇന്ന ഏജാണോ, എത്ര ഏജാണോ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ ആണല്ലേ. നിങ്ങൾ ആക്ടർ നിങ്ങളുടെ മൈൻഡിൽ ഒരു ഫിഗർ നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആക്ടർ നിങ്ങൾ ആദ്യമേ സെർച്ച് ചെയ്ത് തുടങ്ങുക. ഈ ലൊക്കേഷൻ്റെ കാര്യം പറഞ്ഞാണ്, കാരണം ആക്ടറിനെ കിട്ടാൻ ചിലപ്പോൾ പാടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ക്യാരക്ടർ ആണെങ്കിൽ അയാളെ കണ്ടുപിടിക്കാൻ പാടാണല്ലോ. അപ്പോൾ ആക്ടർ നിങ്ങൾ ആദ്യമേ നോക്കി വയ്ക്കുക. പിന്നെ നിങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്യാനാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ അഭിനയിക്കാൻ റെഡിയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആക്ടറിൽ നോക്കി തുടങ്ങുക. കാരണം ഇത് എനിക്ക് ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ആക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് മൂവി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ക്രൂ മാത്രം വെച്ചിട്ട് കാര്യമില്ല, കാസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സൈഡ് ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ മൂവി എന്ന് പറയുന്നത് മെയിൻലി ഒരു മെയിൻ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് സ്റ്റോറി പോകുന്നത്. കാരണം കുറവാണ് ഒരാളെ. ഇത് മാത്രമല്ല ഷോർട്ട് ഫിലിമിൽ നിങ്ങൾ ഒരുപാട് ക്യാരക്ടറിനെ ആഡ് ചെയ്താലും നല്ല രീതിയിൽ കണക്റ്റ് ആകത്തില്ല. മെയിൻലി ഷോർട്ട് ആണല്ലോ. അപ്പോൾ ഒരു ക്യാരക്ടറിനെ വെച്ച് നിങ്ങൾ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഷോർട്ട് ഫിലിം എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ എപ്പിസോഡ് 2 കണ്ടവർക്ക് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം ചെയ്യരുത്. 10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ ചെയ്യരുത്. ഒരു ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ പറയാം. ഫസ്റ്റ് ഷോർട്ട് ഫിലിം നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അതിൽ മനസ്സിലാവും. പിന്നെ രണ്ടാമത്തിൽ നിങ്ങൾ പോയിക്കോ 20 മിനിറ്റ്സ് മാക്സിമം പോയാൽ മതി. 15 to 10 മിനിറ്റ്സ് ആയാലും ഒരു ഗുഡ് ഷോർട്ട് ഫിലിമിൻ്റെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മളുടെ ആ റേഞ്ച് ആയിരിക്കും 15 to 10 മിനിറ്റ്സ് ആയിരിക്കും നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ റേഞ്ച് വരുന്നത്. സ്ക്രിപ്റ്റ് ഞാൻ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും കറക്റ്റ് ടൈമിംഗ് പറയുന്നില്ല. അപ്പോൾ ഈ ഒരു റേഞ്ച് ആയിരിക്കും. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് ഏത് ടൈമാണോ കൺവീനിയൻ്റ് ആയിട്ട് വരുന്നത് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആക്ടറിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ആക്ടർ കിട്ടാൻ പൊതുവേ പാടാണ്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ആക്ടർ കാര്യങ്ങളൊക്കെ അഭിനയിക്കാൻ റെഡിയാണെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞ് സെറ്റ് എടുക്കുക. പിന്നെ ആക്ടർ നേരത്തെ ഞാൻ കണ്ടുപിടിക്കുന്നുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം അവരോട് നമ്മൾ കഥ പറയണം. അവരെ കൊണ്ട് നമ്മളെ സ്റ്റോറി അവരെ നല്ലപോലെ മനസ്സിലാക്കി കൊടുക്കണം. കാരണം അവരാണല്ലോ നമ്മുടെ സ്റ്റോറിയിൽ ആക്ട് ചെയ്യാൻ പോകുന്നത്. ആക്ടിങ് ശരിയായില്ലെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും അവിടെ വരും. ഞാൻ ഈ ക്യാരക്ടർ ആർക്കിനെയൊക്കെ പറ്റി എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ എപ്പിസോഡ് 2 ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളിത് കാണുവാണെങ്കിൽ ഈ ആക്ടിങ്ങിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോൾ ആക്ടറിനെ നിങ്ങൾ കഥയൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ ആക്ടറിൻ്റെ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് വെക്കുകയാണെങ്കിൽ അവരും ആക്ട് ചെയ്യും. നമ്മുടെ സ്റ്റോറിക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലോ ആകുന്നതായിരിക്കും. സോ അതാണ് ആക്ടറിൻ്റെ കാര്യം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കൂടെ പറയാം, എക്യുപ്മെൻറ്റ്സ്. പക്ഷേ എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും പല ആൾക്കാർക്കും ഡൗട്ടാണ്. അതായത് നമ്മളിൽ ക്യാമറ ഇല്ല, നമ്മളിൽ ഗുഡ് ലൈറ്റിംഗ് ഇല്ല, എങ്ങനെ ഷൂട്ട് ചെയ്യും. അങ്ങനെ സത്യം പറഞ്ഞാൽ നല്ല ക്യാമറയും ലൈറ്റിംഗ് വേണം നല്ലൊരു പ്രൊഫഷണലി നിങ്ങൾക്ക് ഷൂട്ട് കൊണ്ടുപോകണമെങ്കിൽ. പക്ഷേ കുഴപ്പമില്ല, നിങ്ങളിപ്പോൾ ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നെങ്കിൽ നിങ്ങളൊരു ഐഫോൺ ഉണ്ടോ, ഒരു ഫോണുണ്ടോ, ഷൂട്ട് ചെയ്തോ. നിങ്ങളിപ്പം ലൈറ്റിംഗ് നാച്ചുറൽ ലൈറ്റിംഗ് ഉപയോഗിച്ചു. നാച്ചുറൽ ലൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ വിൻഡോയിൽ നിന്ന് കിട്ടുന്ന സൺ ലൈറ്റും അതല്ല നമുക്ക് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു നോർമൽ ലൈറ്റ്. ലാമ്പ് ഉണ്ടെങ്കിൽ ഫ്ലാഷ് ഉപയോഗിക്കുക. നമ്മളിപ്പം ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എങ്ങനെയും ചെയ്യാം. ഇതൊക്കെ ഞാൻ പറയുന്നതൊക്കെ പ്രൊഫഷണൽ ടേമും കാര്യങ്ങളൊക്കെ വെച്ച് ഉപയോഗിക്കാം. അതിനൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ക്യാമറ എടുത്ത് ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാം. നമ്മൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇഷ്ടംപോലെ റീലല്ലേ നമ്മൾ കാണുന്ന ഒരു ഷോർട്ട് ഫിലിം സീരീസൊക്കെ. എന്ത് രസമാണ്, ഒരു ലൈറ്റോ കാര്യങ്ങളോ ഇതൊക്കെ പ്ലാനിങ് ഒന്നും ഇല്ലാതായിരിക്കും. ഒരു ലൈറ്റ് ഇല്ല, ചുമ്മാ നാച്ചുറൽ സൺലൈറ്റും അതുപോലെ നാച്ചുറൽ ഒക്കെ ആയിരിക്കും ഒരു സ്റ്റോറി. ഇപ്പോൾ സീരിയസ് ആയിട്ടൊക്കെ ഇടും അല്ലേ, നല്ല രസമുണ്ട്. അങ്ങനത്തെ കണ്ടതിനൊക്കെ നമ്മളെ ചാനൽ ചെയ്യാൻ പ്ലാനുണ്ട്. പിന്നെ
നമ്മൾ ആ ഒരു വർക്ക് ഫ്ലോ കണ്ടന്റ് ടൈപ്പ് അല്ലാത്തതുകൊണ്ട് ചെയ്യാത്തതാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഫ്യൂച്ചറിൽ പ്ലാനൊക്കെ ആലോചിക്കുന്നതാണ്. നല്ല ക്വാളിറ്റി കണ്ടത് നമുക്ക് ഈ റീൽ വൈസ് 30 സെക്കൻഡ്സിൽ നല്ലൊരു സ്റ്റോറി ഇങ്ങനെ കണ്ടു ചെയ്ത് പോകുന്നൊക്കെ പ്ലാനുണ്ട്. കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചർ ചിലപ്പോൾ അങ്ങനത്തെ കണ്ടൻറ്റൊക്കെ ഈ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ട്രൂ ഫിലിം മേക്കിംഗ് ചാനലും കൂടെ ആക്കി മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ട്രൂ ഡാവിഞ്ചി റിസോൾവിൻ്റെ മലയാളത്തിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ചാനൽ മാത്രമേ ഉള്ളൂ. കാരണം വേറെ ചാനൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും എന്താണ് ഡാവിഞ്ചി റിസോൾവ് കൺസിസ്റ്റൻ്റ് അങ്ങനെ പഴയ ഇടയ്ക്ക് വീഡിയോസൊക്കെ ഇട്ട് പിന്നെ നിർത്തിപ്പോയവരൊക്കെയാണ്. അപ്പോൾ മലയാളത്തിൽ അതിനകത്ത് ഒരു ട്രൂ ഫിലിം മേക്കിംഗ് ചാനൽ ഡാവിഞ്ചി റിസോൾവിൻ്റെ ചാനലാക്കി മാറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം സീരീസും കാര്യങ്ങളൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. ഇനിയും ഈ സീരീസ് അതുപോലെ അടുത്ത സീരീസൊക്കെ ആൾക്കാർ എന്തായാലും ക്ലിയർ ആയിട്ട് തന്നെ ഫുള്ള് കാണട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത കാര്യത്തിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, എക്യുപ്മെൻ്റ് കാര്യം പറഞ്ഞു. എക്യുപ്മെൻ്റ് കാര്യം ഞാൻ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലേ, എക്യുപ്മെൻ്റ് കാര്യം നിങ്ങൾക്ക് ക്യാമറ ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ഐഫോണിലായിക്കോട്ടെ, നിങ്ങളെ ഫോണിൽ ഷൂട്ട് ചെയ്തോ, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ച് നിങ്ങൾ ഷൂട്ട് ചെയ്തു. എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനാണ് പാട്. നമ്മൾ അതും ഇതൊക്കെ എല്ലാം വന്നിട്ട് ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് പാടായിരിക്കും. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഉള്ളത് വെച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റോറി ബാക്കി മുന്നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഷോർട്ട് ഫിലിം തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മൈക്കിൻ്റെ കാര്യം എക്യുപ്മെൻ്റ് ഒരു പ്രശ്നമാണ്. ഈ മൂവീസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സൗണ്ടിന് എന്ത് ചെയ്യും? കുഴപ്പമില്ല, നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ഫോണുണ്ടോ, ആ ഫോണിൽ റെക്കോർഡ് ചെയ്തോ, എന്നിട്ട് അത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ആഡ് ചെയ്താൽ മതി. വേറെ ആരെങ്കിലും ഫോണിൽ, ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഫോണിൽ ഇപ്പോൾ ഒരു ക്യാമറ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ വേറൊരു ഫോണിൻ്റെ മൈക്ക് റെക്കോർഡിങ് വെച്ചോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലോസപ്പായിട്ട് സൗണ്ടൊക്കെ എടുക്കണമെങ്കിൽ ക്യാമറ കാണാത്ത രീതിയിൽ തന്നെ വേണമെങ്കിൽ ഒരാൾ തൊട്ട് താഴെയായിട്ട് മൈക്ക് ഇങ്ങനെ ഫോണിങ്ങനെ പിടിച്ചാലും നിങ്ങൾക്ക് നല്ലൊരു വോയിസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഓരോ എന്താണ് ഉള്ളത് കൊണ്ട് ഉപയോഗിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എക്യുപ്മെൻ്റ് ഇല്ല എന്ന് പറയാൻ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉള്ള കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കും നല്ലൊരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് വോയിസ് ഓവർ ചെയ്യാം, പക്ഷേ വോയിസ് ഓവർ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം വോയിസ് ഓവർ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ കുറച്ച് എഡിറ്റൊക്കെ ചെയ്ത് അതിന് മാച്ച് ആക്കണം. അതുകൊണ്ട് നിങ്ങൾ ADR അതായത് വോയിസ് ഓവർ പിന്നൊക്കെ ചെയ്തിട്ട് മൂവി ചെയ്യാൻ വിചാരിക്കണം. നിങ്ങൾ ഓൺ സെറ്റിൽ തന്നെ ചെയ്യുമ്പോൾ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യാറ്. സോ ഇനി നമുക്ക് പറയാനുള്ളത് നമ്മളെ സ്ക്രിപ്റ്റിൻ്റെ കുറച്ച് അപ്ഡേറ്റ് ആണ്. സ്ക്രിപ്റ്റിനെ പറ്റി ഇന്ന് ഞാൻ ഫുൾ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിൽ സ്ക്രിപ്റ്റ് ലോക്കിങ്ങിനെ പറ്റിയൊരു പ്രോസസ്സ് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ആ വീഡിയോയ്ക്ക് ശേഷം അന്ന് തന്നെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പക്ഷേ എങ്കിലും കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വരുത്തി സ്റ്റോറിയൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്ത് നല്ല രീതി സ്റ്റോറി ഡെവലപ്മെൻ്റ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്നിട്ട് മാത്രമേ ഞാൻ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യത്തുള്ളൂ. ഇനി സ്ക്രിപ്റ്റ് ലോക്കിങ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഡേയ്സിനോട് എടുക്കുമ്പോഴത്തേന് മുന്നേ നമുക്ക് സ്ക്രിപ്റ്റൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. കാരണം നമ്മൾ സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് എന്ത് പറ്റും, നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴും നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്ക്രിപ്റ്റ് ലോക്കാണെങ്കിൽ ഒരു കറക്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചെങ്കിലല്ലേ ഓക്കെ ആ സീനാണ് ഷൂട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മൾ ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കും, നമ്മളെ പ്ലാനിങ്ങും ചേഞ്ച് വരും. അതുകൊണ്ട് സ്ക്രിപ്റ്റ് നമ്മൾ ഒരു സൂണായിട്ട് തന്നെ നമ്മൾ ലോക്ക് ചെയ്യും. എല്ലാ പ്രോസസ്സിലും ഉള്ളതാണ്. സ്ക്രിപ്റ്റ് ലോക്കിന് ശേഷം ബാക്കി പ്രീ പ്രൊഡക്ഷനൊക്കെ നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ലോക്കിംഗ് പാർട്ട് നമ്മളിപ്പം കറൻ്റ്ലി ആ ഒരു സ്റ്റേജിലാണ്. അതിൻ്റെ കൂടെ തന്നെ ആക്ടേഴ്സ്, ലൊക്കേഷൻ, അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. കാരണം ഒരു കാര്യം തന്നെ തീർത്തിട്ട് അടുത്ത കാര്യം നോക്കാനായിട്ട് നമുക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാം കൂടെ നിങ്ങളൊന്ന് മൈൻഡ് വെച്ചിട്ട് നിങ്ങൾ ബാക്കി വർക്ക് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ സ്റ്റോറി ഡെവലപ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഹാക്ക് പറഞ്ഞുതരാം. അത് എല്ലാം യൂഷ്വലി എല്ലാവരും ചെയ്യുന്നതാണ്. നമുക്കൊരു സ്റ്റോറി ഇപ്പം നമുക്ക് സ്റ്റോറി പറയാൻ ഈസിയാണ്, പക്ഷേ അത് ക്യാമറയിൽ കൂടെ കൊണ്ടുവന്നൊരു സ്റ്റോറി ആയിട്ട് വിഷ്വലി കാണിക്കുക എന്ന് പറയുന്നതാണ് പാട്. അതിന് വേണ്ടിയാണ് ഈ പ്രീ പ്രൊഡക്ഷനിൽ നമ്മൾ സ്ക്രിപ്റ്റ് സീൻ ബൈ സീനും കാര്യങ്ങൾ എഴുതുന്നതും എല്ലാം. ഷോർട്ട് ലിസ്റ്റിനെ പറ്റി പറയാം. ഷോർട്ട് ലിസ്റ്റിനെ കൂടെ ഷോർട്ട് ലിസ്റ്റിന് മുന്നേ സ്റ്റോറി ബോർഡും മൂഡ് ബോർഡും ഉണ്ട്. സോ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് റീലിൽ മൂഡ് ബോർഡിൻ്റെയും ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. വലിയ വീഡിയോയിൽ ഫുൾ ലെങ്ത് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അതും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞ കണക്കിന് ക്യാമറയിൽ വിഷ്വലി കൊണ്ടുവരാനാണ് നമ്മൾ ഇത്രയും കട്ടിയായിട്ട് പ്രീ പ്രൊഡക്ഷനിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഹാക്ക് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ സ്റ്റോറി നമ്മൾ ഓൾറെഡി എഡിറ്റ് ചെയ്ത പോലെ ആലോചിക്കുക. അപ്പോൾ ഒരു സീൻ കഴിഞ്ഞാൽ അടുത്ത സീൻ ഏതാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകണം, നമ്മൾ എഡിറ്റ് മനസ്സിൽ ആലോചിക്കുക. കാരണം അവസാനം നമ്മൾ എഡിറ്റാണല്ലോ പുറത്ത് വരുന്നത്. ആ എഡിറ്റ് മനസ്സിൽ ആലോചിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റഫായിട്ട് സെയിം ആക്ഷനൊക്കെ വേണമെങ്കിൽ ചുമ്മാ ഫോണിൽ എഡിറ്റ് ചെയ്ത് നിങ്ങൾ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്ക് ഇട്ട് എഡിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒരു കാര്യം കൂടുതൽ ഉറപ്പ് വരുത്താനാണ്. നിങ്ങൾ സ്റ്റോറിയിൽ കൂടെ ഒരു കാര്യം കൺവേ ചെയ്യാൻ നോക്കുന്നെങ്കിൽ അതൊരു ഓഡിയൻസിനോ മറ്റൊരാൾക്ക് കണ്ടാൽ അത് കാര്യം മനസ്സിലാവുന്നതും ശ്രദ്ധിക്കണം. കാരണം കൂടുതൽ ഫിലിം മേക്കേഴ്സും കഷ്ടപ്പെടുന്ന ആ ഒരു പാട്ടാണ്. നമ്മൾ മനസ്സിൽ വിചാരിക്കും, പക്ഷേ അത് ക്യാമറയിലോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു ഇമോഷനോ ആ ഒരു കണക്ഷനോ കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മൾ എഡിറ്റ് മനസ്സിൽ ആലോചിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ എഡിറ്റ് ഇങ്ങനെ ആലോചിച്ച് പോകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സീനിൽ ഇങ്ങനെ കാണിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടിന്യൂറ്റി ഒരു നമുക്ക് കോൺസെപ്റ്റിലേ മനസ്സിലാകത്തുള്ളൂ. കണ്ടിന്യൂറ്റി അല്ല, സ്റ്റോറി വൈസ് എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് അറിയാൻ പറ്റും. ആ സീനിൽ ഇതുണ്ടായിരുന്നു, ഈ സീനിൻ്റെ കാര്യമില്ല, അതുകൊണ്ട് ആൾക്കാർ ചിലപ്പോൾ കണക്റ്റ് ആവത്തില്ല. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് അവിടുത്തെ കാര്യം ചെയ്യും. അപ്പോൾ സ്റ്റോറി ഡെവലപ്മെൻറ്റ് പാർട്ട്, സ്റ്റോറി നമ്മൾ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ സ്റ്റോറി നമുക്ക് പറഞ്ഞ കണക്ക് തന്നെ ക്യാമറയിൽ കൂടെ കൺവേ ചെയ്യാനായിട്ട് നമ്മൾ നല്ലൊരു പ്രോസസ്സിലെത്തി. എന്നിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യത്തുള്ളൂ. സോ അപ്പോൾ ആ ഫേസിലാണ് ഇപ്പോൾ ഞാനും
വിക്ടനും കൂടി ഇരുന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇനിയും സ്റ്റോറി നമുക്ക് കുറച്ചും കൂടെ ഒന്നും കൂടി 2-3 കാര്യങ്ങൾ ക്ലൈമാക്സൊക്കെ ഒന്ന് എനിക്കൊന്ന് ഫിക്സ് ആക്കാനുണ്ട്. എന്നിട്ട് ഞാൻ എന്തായാലും ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ വരും ദിവസങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ലാസ്റ്റ് കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതായത് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ നമ്മളുടെ ഷോർട്ട് ഫിലിമിന് ഒരു മൂഡ് ബോർഡ്, സ്റ്റോറി ബോർഡ്, ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ എന്താണ് നീ പറഞ്ഞാൽ എന്തായാലും കുറേ പറഞ്ഞു, ഇനി ബാക്കി നീ പറഞ്ഞാൽ. Mood board is basically a visual collage. It helps in conveying the emotions, the tone of the film, and the visual style. It's basically for just helping the cinematographer, the director, the PD, costume designers, and even composers to identify the emotion of the film. And we also add color palette to the film, and the color palette is basically what the dominant color of the film is. In our movie, do we need to say the color palette? Blue. Yeah, we can reduce the color palette too. So in our movie, our color palette is basically dark blue. And I will also show you an example of a mood board. Here you will see a mood board of my previously worked film. Yeah, so this is one of the previous projects mood board. So you can see this is a clear example of what is a mood board looks like. In mood board, we can add photographs, stills of videos and references, paintings, lighting example. It's just a complete guide to just help identify the emotion of the movie. അതാണ് അത്. ബേസിക്കലി വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിപ്പം ഒരു മൂവി നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന മൂവിയുടെ സ്റ്റൈല്, കളറൊക്കെ നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യണം. കാരണം നമ്മളുടെ ക്രൂ മെമ്പേഴ്സിനൊക്കെ കാണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പായിട്ട് ഇന്ന കളർ കൊണ്ടുവരണം, ഇന്ന ലൈറ്റിംഗ് ആഡ് ചെയ്യണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഡോക്യുമെൻ്റ്, ഒരു റെഫറൻസോ വേറെ ഏതെങ്കിലും മൂവിയുടെ സ്റ്റൈലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കും. സോ അത് തന്നെയാണ് ഈ മൂഡ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് സ്വന്തമായിട്ടൊരു ഐഡിയ കിട്ടും. നമ്മൾ ജസ്റ്റ് സെറ്റിൽ പോയിട്ട് അവിടെ കുറച്ച് ബ്ലൂ ലൈറ്റ് വേണം, അല്ലെങ്കിൽ ഇവിടുന്ന് ലൈറ്റ് വന്നാൽ കൊള്ളാം എന്നൊക്കെ വിചാരിച്ച സമയം പോകും. അപ്പം കറക്റ്റായിട്ട് നേരത്തെ മനസ്സിലാക്കി വെക്കാനാണ് നമ്മളൊരു മൂഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ലൈറ്റിംഗ് പ്ലാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. ഞാൻ അത് പോണ പ്രോസസ്സിലൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ മൂഡ് ബോർഡ് ബേസിക്കലി ഇതാണ് നമ്മൾ മൂവിയുടെ ടോൺ, കളർ, തീം കാര്യങ്ങളൊക്കെ നമ്മളൊരു ഡോക്യുമെൻ്റായിട്ട് റെഫറൻസ് ഇമേജും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ വെക്കും. അപ്പോൾ നമ്മളുടെ ക്രൂവിനും ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ റെഫറൻസ്, ഇതൊക്കെ സംഭവിക്കുകയാണ് നമുക്ക് വേണ്ടതെന്നൊക്കെ കാണിക്കാനും പ്രൊഡ്യൂസേഴ്സിനായിക്കോട്ടെ. പ്രൊഡ്യൂസേഴ്സിനാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സോ എന്തെങ്കിലും സ്പെഷ്യൽ ഒബ്ജക്റ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ ടൈപ്പ് ഒബ്ജക്ട്സ് വേണം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അയച്ചു കൊടുക്കാനൊക്കെ ആയിട്ടൊരു ഡോക്യുമെൻ്റാണ് ഈ മൂഡ് ബോർഡ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ മൂഡ് ബോർഡ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയുന്നത് സ്റ്റോറി ബോർഡ്. സ്റ്റോറി ബോർഡ് നീ തന്നെ പറയാം. Storyboard is basically a sketch or a drawing that helps the director or the DOP to identify and help with the scenes. Here you can see some storyboards. These helps the DOP to identify and convey the vision of the director so that the DOP can execute it in production day. ഓക്കെ, അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. സ്റ്റോറി ബോർഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഫ്രെയിമില്ലേ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ഈ ആംഗിൾ നമ്മൾ വരച്ച് ഒരു സ്റ്റോറി ബോർഡായിട്ട് നമ്മൾ വരച്ച് വയ്ക്കും. കാരണം നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടാനായിട്ട്. അപ്പോൾ DOP ആയിക്കോട്ടെ, ഡയറക്ടറിനായിക്കോട്ടെ, ആ ഒരു ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഫ്രെയിം നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ പ്രൊഫഷണലായിട്ട് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ സ്റ്റോറി ബോർഡും കൂടെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. ജസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ച ഫോട്ടോസ് ഇല്ല, ഞങ്ങൾ മുമ്പ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്ത കുറച്ച് സ്റ്റോറി ബോർഡിൻ്റെ പിക്ചേഴ്സാണ്. ജസ്റ്റ് അതേപോലെ തന്നെ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ഫ്രെയിമിന് നിങ്ങളൊന്ന് വരച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക്. പക്ഷേ ഇതിനെന്ത് വേണം, ആദ്യം ലൊക്കേഷൻ കാണണം. ഇതിനൊക്കെയാണ് ആദ്യം DOPയും ഡയറക്ടറും എല്ലാവരും പോയി ലൊക്കേഷൻ കണ്ട് അപ്രൂവ് ചെയ്തിട്ട് ബാക്കി പ്രോസസ്സ് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ. സോ അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ ഷോർട്ട് ലിസ്റ്റിൻ്റെ വീഡിയോ എന്തായാലും ഈ വീഡിയോ ഒരുപാടായില്ലേ. ഷോർട്ട് ലിസ്റ്റിൻ്റെ വീഡിയോ നമുക്ക് വരുന്ന ദിവസങ്ങൾ പറയാം. കാരണം ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ മൈൻഡിലുണ്ട്. ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഏത് ആംഗിളായിരിക്കും ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, എന്ത് ക്യാമറ ആയിരിക്കും, എന്ത് ലെൻസ് ആയിരിക്കും, അതിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, ഇത്രയും കാര്യങ്ങൾ. ഷോർട്ട് ലിസ്റ്റിൻ്റെ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മറ്റൊരു വീഡിയോ പറയാൻ കാരണം അത് കുറച്ച് സംസാരിക്കേണ്ട ടോപ്പിക്കാണ് അല്ലേ. ഷോർട്ട് ലിസ്റ്റും സ്റ്റോറി ബോർഡൊക്കെ നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രോസസ്സ്. നമ്മളിപ്പോൾ സ്റ്റോറി ബോർഡ് ഇപ്പോൾ കറൻറ്റ്ലി ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ മൂഡ് ബോർഡും ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സോ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് അത് അടുത്ത വീഡിയോയൊക്കെ ഫുള്ളായിട്ട് തന്നെ വിഷ്വലി തന്നെ കാണിച്ചു തരാം. സോ അപ്പോൾ എന്തായാലും നമ്മുടെ സീരീസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിരുന്നു ഇത്. പ്രീ പ്രൊഡക്ഷനിൽ വളരെ മേജറായിട്ടുള്ള സ്ട്രോങ് പാർട്സൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് ചെയ്തില്ലെങ്കിലും, സ്ട്രോങ് ആയിട്ട് നമ്മൾ സീരീസിൽ എടുത്തില്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷനിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും. പിന്നെ ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മളുടെ ഓരോ പ്രീവിയസ് പ്രൊജക്റ്റിൽ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ. ഇനി നമ്മളെ പ്രൊജക്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എൻഡിൽ റിസൾട്ട് എന്താവും, നല്ലതാവും തന്നെ വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ നമുക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആവട്ടെ. എന്തായാലും നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് തന്നെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണാം. സോ ഈ സീരീസ് ഇഷ്ടമാണെങ്കിൽ ഇനിയും സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. സോ എന്തായാലും ഇതുപോലത്തുള്ള എപ്പിസോഡോ അടുത്ത അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ മോർ ട്യൂട്ടോറിയലും ഉണ്ടാവും ചെയ്ത് സോൾവിൻ്റെ. അതുപോലെ ഇത് കണക്കുന്ന ഫിലിം മേക്കിങ്ങിൻ്റെ പ്രൊഫഷണൽ ഫിലിം മേക്കിംഗ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഈ സീരീസ് നിങ്ങൾ ഫുൾ എൻ്റയർലി കാണുക. ഞാൻ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല. ഫുള്ളായിട്ട് കവർ ചെയ്യണമെങ്കിൽ നമുക്ക് വലിയൊരു പ്രൊജക്റ്റ് ചെയ്തിട്ട് മാത്രം പ്രൊഫഷണൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നടക്കുന്നത് കാണിക്കാൻ
വരത്തുള്ളൂ. പക്ഷേ എങ്കിലും ബേസിക്കലി ഒരു പ്രൊഫഷണൽ നിങ്ങൾക്ക് ഒരു സെറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നിങ്ങളത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഷോർട്ട് ഫിലിം സെറ്റ് ചെയ്യാൻ പറ്റും. സോ അതായിരുന്നു എൻ്റെ ഉദ്ദേശം. കാരണം ഈ സീരീസ് നിങ്ങൾ ഫുള്ള് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഷോർട്ട് ഫിലിം പിടിക്കുന്ന ഒരു രീതിയിലെങ്കിലും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എങ്കിലും മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഷോർട്ട് ഫിലിം പിടിക്കാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ രീതി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഒരുപാട് പറഞ്ഞു കിട്ടുന്നില്ല. അടുത്ത ഇതേപോലത്തെ അപ്ഡേറ്റ്സും മോർ അഡ്വാൻസ് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ബൈ. ബൈ. വ്യൂസ് ഉണ്ട്, അത്യാവശ്യം ആൾക്കാരെ കാണുന്നുണ്ട് കേട്ടോ. അതായത് കമൻസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഫസ്റ്റ് വീഡിയോയ്ക്ക് 31 കമൻസ് ആവുന്നത്. എടാ 300 വ്യൂസേ ഉള്ളു, കുറവാടാ. അതെ ഗൈസ്, വ്യൂസ് 300 ഉള്ളൂ. പക്ഷേ 300 പറയുന്നത് നിങ്ങൾക്ക് എത്ര വരുന്നില്ല. ഞാൻ ഇപ്പോൾ സ്ക്രീൻ കാണിച്ചു തരാം. ഇത്രയാണ് 300 ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ കണ്ടെങ്കിൽ നമുക്കത് വാല്യൂ തന്നെയാണ്. എന്തായാലും മൂവി ഇറങ്ങി കഴിഞ്ഞെങ്കിലും ആൾക്കാർ സീരീസ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കുഴപ്പമില്ല. ഇതുവരെ കണ്ടവർക്ക് ഒരുപാട് താങ്ക്സ്. ഇനി ആൾക്കാരെ കാണട്ടെ. നമ്മൾ ഇനിയും ഇതിൻ്റെ സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ അത് തീരുന്നവരെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് ഷെയർ. താങ്ക് യു ഗൈസ്.